പ്രായം എത്ര തന്നെ ആയാലും കാട്ടിലെ രാജാവ് സിംഹം തന്നെയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ലിയണൽ മെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ തെളിയിച്ചു തന്നിട്ടുള്ളത്. ഫുട്ബോളിൻ്റെ രാജാവ് താൻ തന്നെയാണെന്ന് വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്റർ മിയാമി വേഴ്സസ് പോർട്ടോ മത്സരത്തിലെ ഫിഫ വേൾഡ് കപ്പ്, അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ആ ഒരു തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ചരിത്രങ്ങൾ മാറി മറിയുന്ന ദൃശ്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായി ലിയണൽ മെസ്സി ആരാധകരെ ആ ഇടങ്കാലിൽ നിന്നും ഒരു മാജിക്, ഒരു വണ്ടർ ഗോളിനോ അല്ലെങ്കിൽ മാജിക്കൽ നീക്കങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി. ഇന്റർ മിയാമിൻ്റെ പല മത്സരങ്ങളും കാണാത്ത ഡൈ ഹാർട്ട് മെസ്സി ഫാൻസുകാരുണ്ട്. കാരണം അതൊക്കെ പല ആൾക്കാരും അങ്ങനെ ഒഴിവാക്കി വിടുകയാണ്. കാരണം ലിയണൽ മെസ്സിയുടെ കാലിൽ നിന്നും മനോഹരമായിട്ടുള്ള മാജിക്കുകൾ കണ്ടിട്ട് കാലം ഒരുപാടായി എന്നുള്ളത് ആരാധകർക്കൊക്കെ അറിയാം. ആ ഒരു സമയത്താണ് ഈ ഒരു മത്സരം വരുന്നത്. ക്ലബ് ലോകകപ്പിൻ്റെ മത്സരവേദിയിൽ ഇന്റർ മിയാമി വേഴ്സസ് പോർട്ടോ മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൽ മിയാമി വിജയിക്കുന്നു. ചരിത്ര വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം മെസ്സി, ലിയണൽ ആന്ദ്രിയാസ് മെസ്സി നേടിയിട്ടുള്ള ആ ഒരു ഫ്രീ കിക്ക് ഗോളാണ്. മത്സരം ആരംഭിക്കുമ്പോൾ തന്നെ സ്ക്വാഡിൽ സുവാറസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ബുസ്കറ്റ്സ് ഉണ്ട്, മെസ്സി ഉണ്ട്. അങ്ങനെ നിറഞ്ഞാടുന്ന ഒരു ടീമായിട്ടാണ് ഇവർ വരുന്നത്. ഇന്റർ മിയാമി കളിക്കളത്തിലേക്ക് വരുന്നത്. മറുഭാഗത്ത് പോർട്ടോയുണ്ട്. പോർട്ടോ യൂറോപ്യൻ അധിപന്മാർ കൂടെയാണ്. അപ്പോൾ അവർ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് വരുന്നത്. ഇന്റർ മിയാമിക്ക് ഇതുവരെയായിട്ട് ഒരു യൂറോപ്യൻ ക്ലബിനോടും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു മൈനസ് പോയിന്റും അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിൻ്റെ 8-ാം മിനിറ്റിൽ തന്നെ സാമുവൽ ഒമോർദോയിൻ എന്ന് പറയുന്ന പോർട്ടോ താരം അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ കരസ്ഥമാക്കുന്നുണ്ട്. അതായത് പെനാൾട്ടിയിലൂടെ ആ ഒരു ഗോൾ കരസ്ഥമാക്കുന്നു. മത്സരം വീണ്ടും മുന്നോട്ട് ഗമിക്കുന്നു. ഇന്റർ മിയാമി താരങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആരാധകർ കുറച്ചൊക്കെ ഒന്ന് താന്നിട്ടുണ്ടാവും. അതായത് അവരെ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം പോർട്ടോയുടെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് കാണുന്നുണ്ട്. ചില ഷോട്ടുകളൊക്കെ ബാറിലിടിച്ച് തെറിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്റർ മിയാമിക്ക് ഫേസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അവസാനം മത്സരത്തിന്റെ 47-ാം മിനിറ്റിലേക്ക് കടക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീം വർക്ക് ഇന്റർ മിയാമിയിൽ ഒരുപാട് കാലത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു ടീം വർക്ക് ഗോളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെൻട്രലിൽ നിന്നും ആ പന്ത് ഉടലെടുക്കുന്നു, പിന്നീട് ക്രോസിംഗിലേക്ക് പോകുന്നു. അവിടെ നിന്നും ആ താരം ക്രോസ് ചെയ്യുന്നത് സഗോവിയയിലേക്കാണ്. ഒരു ഇടിവെട്ട് ഷോട്ട്, അതായത് ഈ വേൾഡ് കപ്പിൽ, അതായത് ക്ലബ് വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഗോളിലൊന്നായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ഗോളാണത്. ഒരു ഇടിവെട്ട് ഷോട്ട്, ഒരു കിഡിലൻ ടീം ഗെയിമിങ്ങിലൂടെ ഇന്റർ മിയാമി മത്സരം തിരിച്ചു പിടിക്കുന്നു. 1-1 എന്ന നിലയിലെത്തുകയാണ്. അങ്ങനെ മത്സരം വീണ്ടും മുന്നോട്ട് ഗമിക്കുന്നു. അതിൻ്റെ ഇടയിൽ ലിയണൽ മെസ്സിക്ക് 50-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് വീണ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ഡിസ്റ്റൻസ് അകലെയായതുകൊണ്ട് തന്നെ ലിയണൽ മെസ്സിയുടെ ആരാധകർ ഒരുപാട് പേര് അത് ഗോളാവുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നൊടിയിടയിലാണ് ആ ഒരു ഗോൾ മാറിയത്. പിന്നീടാണ് 53-ാം മിനിറ്റിലെ ഒരു ഫ്രീ കിക്ക് ഇന്റർ മിയാമിയെ തേടി വരുന്നു. ആ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് ലോക ഫുട്ബോളിൻ്റെ രാജാവായ ലിയണൽ ആന്ദ്രിയാസ് മെസ്സി. പണ്ടൊക്കെ ബാർസലോണയിലും അർജന്റീനയിലൊക്കെ മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടിയ അത് ഫ്രീ കിക്ക് ആണെങ്കിൽ നൈജീരിയക്കെതിരെയായിട്ടുള്ള ആ മത്സരങ്ങളൊക്കെ ഉണ്ട്, ലിവർപൂളിനെതിരെയായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഓർത്തു പോവാണ് ഈ ഒരു കിക്കിലൂടെ. അങ്ങനെ ഇടതുകാലിൻ്റെ മായാജാലം കാണിക്കാൻ ആ 10-ാം നമ്പറുകാരൻ 2 സ്റ്റെപ്പ് പുറകോട്ട് വെക്കുന്നു. പിന്നീട് കാണുന്നത് ആ ഇടതുകാലിൽ നിന്നും ഒരു മാജിക്, ഒരു വണ്ടർ ഗോൾ ഇന്റർ മിയാമിയുടെ ഭാഗത്ത് നിന്നും പോർട്ടോ FC-യുടെ വലകളെ ചുംബിക്കുന്നതാണ്. ഗോൾ കീപ്പർക്ക് ഒരു സാധ്യതയും കൊടുക്കാതെ ഇടത്തെ മൂലയിലേക്ക് അടിച്ചിറക്കുന്ന ലിയണൽ ആന്ദ്രിയാസ് മെസ്സി. എനിക്കിങ്ങനെ ഓർമ്മ വന്നു പോയത് ആ നൈജീരിയക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ ഷൈജുവേട്ടൻ്റെ കമൻട്രി കണ്ടല്ലോ, ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന് പറയുന്ന ആ ഒരു കമൻട്രി, അതാണ് ഓർമ്മ വന്നു പോയത്. കാരണം ഒരുപാട് കാലമായി ഇന്റർ മിയാമിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ലിയണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് അതിമനോഹരമായ സുന്ദരമായിട്ടുള്ളൊരു ഗോള് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തോട് കൂടിയിട്ട് ഇന്റർ മിയാമി, പ്രത്യേകിച്ച് ലിയണൽ ആന്ദ്രിയാസ് മെസ്സിയുടെ ആരാധകരെ, അതങ്ങട്ട് അവർക്ക് പൂർണ്ണമായി എന്നുള്ളതാ. മെസ്സി ഒന്നും പഴയ ഫോമിൽ തന്നെയാണ്. കാരണം എത്ര വയസ്സായാലും ഇപ്പം എത്ര കാലമായാലും കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് പറയുന്ന പോലെ മെസ്സി പഴയ രൂപത്തിൽ തന്നെയാണ്. ഈ മത്സരം അവസാനിക്കാൻ തൊട്ട് മുമ്പിരിക്കുക ഒരു കിഡിലൻ മുന്നേറ്റം ഉണ്ടായിരുന്നു. ബോക്സിൻ്റെ വെളിയിൽ നിന്നും കയറി ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറി ഡിഫറൊക്കെ വളഞ്ഞു തിരിഞ്ഞ് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്തിട്ടുള്ളൊരു മുന്നേറ്റം. ഒരു പക്ഷേ അതും കൂടെയൊക്കെ ഗോളായിരുന്നെങ്കിൽ പിന്നെ ഒന്നും പറയും വേണ്ടിയിരുന്നില്ല. കാരണം ഈ മത്സരം ഇന്റർ മിയാമിക്ക് അനുകൂലമായിട്ട് വരുന്നു. അവരവരുടെ ചരിത്രത്തിൽ ആദ്യ വിജയം സ്വന്തമാക്കുന്നു എന്ന് വേണം പറയാനേ.